ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് ഒരു കിഴങ്ങ് കൊണ്ട് തേങ്ങ അരച്ച് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. കിഴങ്ങും സവാളയും ഒക്കെ ചേർത്ത് തേങ്ങ അരച്ച് ഒരു കറിയാണ് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് പൂരിക്കുമൊക്കെ കഴിയാൻ നല്ലതാണ്. അതാണ് ഞാൻ അതിനെടുത്ത് വെച്ചിരിക്കുന്നതാണ്. സവാള ഞാനൊരു ഈ സൈസ് ഒരു 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ഉരുളക്കിഴങ്ങുണ്ട്. ഒരു പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ഇവിടെ ഞാൻ 4 ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഇങ്ങനെ നേരെ അല്ല അരിയുന്നത്. ഇത് സവാള നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ അരിയണം. അപ്പം ഇതൊന്ന് ഞാനെല്ലാം റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഞാൻ വേണ്ട സവാള നല്ല ക്രോസ് ആയിട്ട് അരിഞ്ഞോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് പച്ചമുളക് കൂടി ഇടണം. പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടേച്ചാൽ മതി. ഞാനിവിടെ ഒരു 4 ഇടുന്നുണ്ട്. നമുക്കൊന്ന് എണ്ണ ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് ഒന്ന് സവാള ഒന്ന് വാടി വരട്ടെ. അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഞാൻ കിഴങ്ങ് അതിലോട്ടിടും. സമയമുണ്ടെങ്കിൽ നമുക്ക് ഇത് അടുപ്പത്ത് തന്നെ വേവിക്കാവുന്നേ ഉള്ളൂ. ഇനി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലിടാം. അപ്പം സവാള അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് കൂടെ അതിലോട്ടിട്ട് അതുകൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിത് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. എല്ലാവർക്കും പനിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. നല്ല ഏകദേശം ഒന്ന് സൂക്ഷിക്കുക. കഴിവതും മാസ്ക് വെച്ച് തന്നെ പുറത്തിറങ്ങുക. എല്ലാവരും പനി. എനിക്കാണെങ്കിൽ കഥകളിയുടെ പൂതനാമോക്ഷം വേഷം ഇപ്പം കിട്ടിയിട്ടുണ്ട് ഏവൂരമ്പലത്തിൽ. എനിക്കങ്ങ് ടെൻഷനാ, ഒന്ന് നഷ്ടപ്പെടുമോ എന്ന്. കാരണം കളിക്കണ്ടേ. അതുകൊണ്ട് ഞാനിങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് അടച്ചു വെക്കാം. എന്നിട്ടിതൊന്ന് കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ. അത് അടുപ്പത്ത് വേവാനിരിപ്പുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കണം. നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങയ്ക്കകത്ത് പെരുംജീരകം മാത്രം ചേർത്താൽ മതി. വേറെ ഒന്നും ഇത് ഒരു വൈറ്റ്, ഏകദേശം ഒരു ലൈറ്റ് വൈറ്റ് നിറത്തിലൊക്കെ ആയിരിക്കുന്നത്. ഇത് ചുവന്ന നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഒന്നും അല്ല ഇരിക്കുന്നത്.
പക്ഷെ എന്നാലും ഞാൻ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. വേറെ ഞാനിപ്പോൾ തേങ്ങയ്ക്കകത്തോട്ടൊന്നും ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. പെരുംജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ശകലം കറിവേപ്പില ഇടുന്നുണ്ട്. സവാളയും ഒക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കണം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. അരമുറി തേങ്ങയൊന്നും ഞാൻ എടുത്തിട്ടില്ലേ. അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഒരുപാടായാൽ അതൊരു എന്താ പറയുക, അങ്ങ് കൊഴുത്ത് തേങ്ങ ഇങ്ങനെ അങ്ങ് കൊഴുത്ത പോലെ ഇങ്ങനെ ഇരിക്കത്തില്ലേ. അതിനോട് വലിയ താല്പര്യമില്ല. അത് താല്പര്യമുള്ളവർക്ക് തേങ്ങ കൂടുതലിടാം. ചപ്പാത്തിക്കൊക്കെ ആകുമ്പോഴേ ഇച്ചിരി ചാറൊക്കെ വേണ്ടേ. അപ്പോൾ കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇത് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിച്ചത് കൊണ്ട് ഒരു സ്വല്പം മഞ്ഞ കളർ പോലെ ഉണ്ട്. ശരിക്കും എൻ്റെയൊക്കെ കൊച്ചിലേക്ക് ഇത് വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിക്കറിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ശകലം പോലും മഞ്ഞൾപ്പൊടി എടുത്തില്ല, വെള്ള കളറിലിരിക്കും. എനിക്ക് പണ്ട് മുതലേ വെള്ള നിറത്തിലുള്ള കറി, പിന്നെ ഇങ്ങനെ മഞ്ഞ നിറമല്ല, ഒഴിച്ച് ചുമന്നിരിക്കും. മിന്നുകുട്ടിക്കും അങ്ങനത്തെ ഇഷ്ടം. ശരിയായിട്ട് അതിനകത്ത് ഉപ്പുണ്ടോ നോക്കി. ഉപ്പ് ഒന്ന് ഇപ്പോഴും ഇവിടെയൊക്കെ നെറുകയൊക്കെ നിറഞ്ഞിരിക്കുക. അത് കാരണം ഉപ്പ് ഒന്നും അറിയുന്നില്ല. പക്ഷെ എരിവ് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2 ദിവസമായിട്ട് എൻ്റെ ടേസ്റ്റ് നോട്ടക്കാരൻ അരിയേട്ടനാണ്. ശകലം മതിയോ? നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എനിക്ക് കാണാൻ അധികം പറ്റുന്നുണ്ടോ? നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് ഞാൻ വാങ്ങി വെച്ചു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടുക് വറുക്കണം. സാധാരണ പോലെ തന്നെ കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിങ്ങെടുക്കുക. ഇതുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും മുളകും കറിവേപ്പിലയും ഇട്ട് കടുക് വറുത്തു. അല്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പം ഇതിപ്പം ഇളക്കി ഇങ്ങനെ കടുക് വറുത്തിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അമ്മയൊക്കെ ഇളക്കി വെക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും താമസിച്ചു. രാവിലെ പനിയുടെയൊക്കെ കൊണ്ട് എല്ലാവരും എണീക്കാനൊക്കെ ഒന്ന് താമസിച്ചു. കണ്ടോ, ഇതാണ് കറി. വളരെ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.